തിരച്ചിലിന് അനുമതി നിഷേധിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്ന് കർണാടക ഷിരൂരിൽ കാണാതായ ജഗന്നാഥിന്റെ കുടുംബം ശക്തമായി പ്രതിഷേധിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി. സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും മൃതദേഹം കണ്ടെത്താതെ യാതൊരു സഹായവും കിട്ടുന്നില്ലെന്നും ജഗന്നാഥിന്റെ കുടുംബം വ്യക്തമാക്കി. കർണാടക ഗവൺമെന്റ് തിരച്ചിൽ നിർത്തിവെച്ചതിന് പിന്നാലെ ജഗന്നാഥിന്റെ കുടുംബം ഈശ്വർ മൽപയെ പോയി കാണുകയും കരഞ്ഞ് അപേക്ഷിക്കുകയും ചെയ്തു. ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്നും ഞങ്ങൾക്ക് അച്ഛനെ തിരിച്ചു കിട്ടേണ്ടത് അത്യാവശ്യമാണെന്നും ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ലെന്നും അറിയിച്ചു. അവരുടെ സങ്കടങ്ങളുടെ ആഴം മനസ്സിലാക്കി സ്വന്തം റിസ്കിൽ തിരയാൻ സന്നദ്ധത കാണിച്ചു എത്തുകയായിരുന്നു ഈശ്വർ മൽപെ. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഇല്ലാതെയാണ് അദ്ദേഹം തിരച്ചിൽ ആരംഭിച്ചത്. എന്നാൽ വൈകാതെ തന്നെ പോലീസ് എത്തി തിരച്ചിൽ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും കരക്ക് കയറ്റുകയും ചെയ്തു. ഇനി ആവർത്തിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്നും അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ജഗന്നാഥിന്റെ പെൺകുട്ടികൾ തിരച്ചിൽ അവസാനിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെങ്കിൽ ഞങ്ങൾ സമരമിരിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും അവർ അറിയിച്ചു. ഡ്രഡ്ജർ എത്തിച്ച് പുഴക്കടിയിലെ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഇനി തിരച്ചിൽ സാധ്യമാകുകയുള്ളൂ എന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. അത് തികച്ചും തെറ്റാണെന്ന് ഈശ്വർ മൽപെ പറയുന്നു. ഡ്രഡ്ജർ എത്തുന്നതുവരെ കാത്തിരിക്കാം, പക്ഷെ അതിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. പുഴയുടെ അടിത്തട്ടിൽ വലിയ മരങ്ങളൊക്കെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. പുഴയുടെ അടിത്തട്ടിൽ ലക്ഷ്മണയുടെ കടക്ക് മുമ്പിലുള്ള ആൽമരം അർജുന്റെ ലോറിയുണ്ട് എന്ന് സംശയിക്കുന്ന ഭാഗത്ത് തന്നെയുണ്ട്. അത് ക്രെയിൻ ഉപയോഗിച്ചാണ് നീക്കം ചെയ്യേണ്ടത്. ഡൈവ് ചെയ്തുകൊണ്ടാണ് അതെല്ലാം ചെയ്യേണ്ടതും. അത്തരം ജോലികൾ പോലും തടസ്സപ്പെടുത്തുകയാണ് ഇപ്പോൾ എന്ന് ഈശ്വർ മൽപെ ആരോപിക്കുന്നു. അർജുന്റെ കുടുംബവും ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഡ്രഡ്ജർ എന്ന് വരും എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് എന്ന് കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഒരു ഡേറ്റോ ഒരു വ്യക്തതയോ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കർണാടകയിലെ തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ ഒരു സംഘം ഇവിടെ എത്തി പുഴയുടെ ആഴമൊക്കെ പരിശോധിച്ചു പോയതാണ്. അവർ പറയുന്നത് 24-ാം തീയതിയെങ്കിലും എടുക്കും ഡ്രഡ്ജർ എത്താൻ എന്നുള്ളതാണ്. MLAയുടെ വാക്കനുസരിച്ച് ഡ്രഡ്ജർ ഇന്ന് എത്തേണ്ടതായിരുന്നു. അതുണ്ടായില്ല. അതൊരു പായ്വാക്കായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതേസമയം ഷിരൂരിൽ കാണാതായ അർജുന്റെ കുടുംബം ഒരു മാസക്കാലത്തോളമായി നെഞ്ചുരുകി കാത്തിരിക്കുകയാണ്. അർജുനെ പോലെ ഈ ദുരന്തത്തിൽ കാണാതായ കർണാടക സ്വദേശി ജഗന്നാഥിന്റെ കുടുംബവും കഴിഞ്ഞ ഒരു മാസമായി നെഞ്ചുപൊട്ടി കാത്തിരിക്കുകയാണ്. ജഗന്നാഥിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി. ജഗന്നാഥിന് ഭാര്യയും 3 മക്കളുമാണുള്ളത്. മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ലക്ഷ്മണയുടെ കടയിലെ ജോലിക്കാരനായിരുന്നു ജഗന്നാഥൻ. ജഗന്നാഥന്റെ ഭാര്യ സഹോദരനാണ് ലക്ഷ്മണൻ. ദിവസം 300 രൂപയാണ് ജഗന്നാഥിന്റെ ദിവസക്കൂലി. ആ വരുമാനത്തിലായിരുന്നു ആ കുടുംബം മുന്നോട്ടു പോയിരുന്നത്. ഇപ്പോഴതും ഇല്ലാതായി. കുടുംബത്തിന്റെ വലിയൊരു പ്രതീക്ഷയാണ് നഷ്ടമായത്. മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്നറിയില്ല. അതോർക്കുമ്പോൾ ഭയമാണെന്നും അവർ പറയുന്നു. ഒരു കിണർ ഉണ്ടാക്കിയ വകയിലും മൂത്ത മകളെ കെട്ടിച്ച വകയിലും 4 ലക്ഷത്തോളം ബാധ്യതയുണ്ട്. വീട് ഇപ്പോൾ ലോണിലാണുള്ളത്. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഫാമിലിയാണ് ജഗന്നാഥിൻ്റേത്. ഇതിനിടയിൽ സഹായത്തിനായി പലയിടങ്ങളിലും കയറിയിറങ്ങിയെങ്കിലും ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്നായിരുന്നു പറയുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? മുന്നോട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ജഗന്നാഥിനെ കിട്ടുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് അവർ അറിയിച്ചത്. ഡ്രഡ്ജർ എത്തുന്ന കാര്യത്തിൽ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അർജുന്റെ കുടുംബവും കർണാടകയിൽ എത്തുമെന്നാണ് അറിയിച്ചത്. ഈശ്വർ മൽപെ ഇന്ന് അർജുന്റെ കുടുംബത്തെ കാണാനെത്തും.